എല്ലാവർക്കും നമസ്കാരം. BA ഫിലോസഫി 5th സെം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി, കോഴ്സ് കോഡ് B21 PH04DE, ഈശാവാസ്യ ഉപനിഷത്ത് ആൻഡ് ഗുരുദർശന, ഡിസിപ്ലിൻ സ്പെസിഫിക് എലക്റ്റീവ് കോഴ്സാണ്. ആ ടെക്സ്റ്റിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് നമ്മുടെ ചിന്താവിഷയം. നമുക്കറിയാം, ഇത് 6 ബ്ലോക്കുകളിലായി, ഓരോ ബ്ലോക്കിലും 4 യൂണിറ്റുകളോടുകൂടി 24 യൂണിറ്റുള്ള ഒരു പുസ്തകമാണ്. അതിൻ്റെ ഒന്നാമത്തെ ബ്ലോക്ക് ഉപനിഷത്സ് ആൻഡ് ഇൻട്രൊഡക്ഷൻ. ബ്ലോക്ക് 1. ബ്ലോക്ക് 1ലെ ആദ്യത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് മീനിങ് ഓഫ് ദ ടേം ഉപനിഷത്ത്. ഉപനിഷത്തിൻ്റെ അർത്ഥം, സാരം, അതിനെക്കുറിച്ചിട്ടാണ് ഫസ്റ്റ് ചാപ്റ്റർ തന്നെ. അതിൽ നിന്ന്, ഈ പാഠഭാഗത്ത് നിന്ന് ഒരു വിദ്യാർത്ഥി മനസ്സിലാക്കേണ്ടത്, ഒന്ന്, വേദസാഹിത്യത്തിൽ ഉപനിഷത്ത്, അതിൻ്റെ ഉത്ഭവം, അർത്ഥം, ദാർശനിക പ്രാധാന്യം, ഇതൊക്കെ വിശദീകരിച്ച് മനസ്സിലാക്കുക. രണ്ടാമത്തേത്, വേദങ്ങളിലെ കർമ്മകാന്ഡവും ജ്ഞാനകാന്ഡവും, അതായത് റിച്വൽ പോർഷൻസ് കർമ്മകാന്ഡ, നോളജ് പോർഷൻ ജ്ഞാനകാന്ഡ, അതിനെ തിരിച്ചറിയുക. അതുപോലെ ഉപനിഷത്തിലെ പ്രധാന ആശയമായ ആത്മൻ, ബ്രഹ്മൻ, മോക്ഷ, ഇത് വ്യാഖ്യാനിക്കൽ. ഒപ്പം ശങ്കരാചാര്യർ, രാമാനുജൻ, മാധ്വാചാര്യൻ തുടങ്ങിയ പാരമ്പര്യ വ്യാഖ്യാതാക്കൾ ഉപനിഷത്തിൻ്റെ സ്വഭാവത്തെയും ലക്ഷ്യത്തെയും വിശദീകരിക്കുന്നതെങ്ങനെയെന്ന് മനസ്സിലാക്കൽ. അവസാനമായി ഉപനിഷത്ത് വിജ്ഞാനത്തിൻ്റെ പരിവർത്തനപരവും ധാർമ്മികവുമായ വശങ്ങളെക്കുറിച്ച് ചിന്തിക്കൽ. ഈ കീ പോയിന്റ്സിലൂടെയാണ് ഈ ചാപ്റ്റർ നിലനിൽക്കുന്നത്. യൂണിറ്റിൻ്റെ പ്രീറിക്വിസിറ്റ്സ് നമ്മൾ കഴിഞ്ഞ ഫിലോസഫി ഓഫ് ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ടെക്സ്റ്റിലും നമ്മൾ കടന്നുപോയ പല ഭാഗങ്ങളെയും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ അറിയുന്ന നോളജ് ഓഫ് കീ ഫിലോസഫിക്കൽ കൺസെപ്റ്റ്സായ ബ്രഹ്മൻ, ആത്മൻ, മോക്ഷ, ജ്ഞാന, ഇതെല്ലാം ഇതിൻ്റെ പ്രീറിക്വിസിറ്റ്സിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രീറിക്വിസിറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജർമ്മൻ ദാർശനികനായ ആദർ ഷോപ്പൻഹൗവറിൻ്റെ ഒരു കോട്ട് കൊണ്ടാണ്. അതിങ്ങനെയാണ്: ലോകത്തിൽ ഉപനിഷത്ത് പഠനത്തോളം ഗുണകരവും ഉന്നതവുമായ മറ്റൊന്നില്ല. അത് എൻ്റെ ജീവിതത്തിന് ആശ്വാസമായിരുന്നു. മരണത്തിലും അത് എനിക്ക് ആശ്വാസമായിരിക്കും. നിരവധിയായ ഫിസിക്കലി ഉള്ള ധാരാളം ഭൗതിക ജ്ഞാനം നേടിയിട്ട് ഏറ്റവും ഗുണകരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്ന് ജർമ്മൻ ദാർശനികനായ ആർതർ ഷോപ്പൻഹൗവർ സമർത്ഥിക്കുകയാണ്. അപ്പോൾ ഈ പഠനങ്ങളുടെ ഒരു വ്യക്തത കൈവരുത്തുവാൻ തന്നെയാണ് ഈ ഒരു ഇത് നമുക്ക് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ത്യൻ ഫിലോസഫിയെ ഭാരതീയ ദർശനത്തെ നാസ്തിക ദർശനമെന്നും ആസ്തിക ദർശനമെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ആസ്തിക ദർശനം വേദാന്തത്തിനെ ഒരു കേന്ദ്രബിന്ദുവാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പ്രഭാവത്തിൽ നിലനിൽക്കുന്നതാണ് ആസ്തിക ദർശനങ്ങൾ. എന്നാൽ അതിൻ്റെ അതോറിറ്റിയെ അംഗീകരിക്കാത്തതാണ് നാസ്തിക ദർശനം. ഈ ആസ്തിക ദർശനങ്ങൾ പ്രസ്ഥാനത്രയെ, ഉപനിഷത്ത്, ബ്രഹ്മസൂത്ര, അതുപോലെ തന്നെ ഭഗവത്ഗീതയൊക്കെ ബേസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം, മുക്തികോപനിഷത്ത് അനുസരിച്ചിട്ട് 108 ഉപനിഷത്തുക്കളെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ 108 ഉപനിഷത്തുക്കളെ കുറിച്ചിട്ടാണ് കൂടുതൽ പ്രചാരത്തിലിരിക്കുന്നത്. അതിൽ തന്നെ ശങ്കരാചാര്യർ ഭാഷ്യം ചമച്ച 10 ഉപനിഷത്തുക്കളാണ് പ്രധാനം. ദശോപനിഷത്തുക്കൾ എന്നറിയപ്പെടും. ഇത് ഓർത്തിരിക്കാനായിട്ട് ഒരു സൂത്രം സാധാരണ പറയാറുണ്ട്: ഈശകേന കഠപ്രശ്ന മുണ്ടമാണ്ഡൂക്യ തിത്തിരി ഐതരേയം ച ചാന്തോക്യം ബൃഹദാരണ്യകം തഥാ. ഈശം കേനം കഠം പ്രശ്നം മുണ്ടകം മാണ്ഡൂക്യം തിത്തിരി ഐതരേയം ച ചാന്തോക്യം ബൃഹദാരണ്യകം തഥാ. ഈശാവാസ്യോപനിഷത്ത്, കേനോപനിഷത്ത്, കഠം കഠോപനിഷത്ത്, പ്രശ്നോപനിഷത്ത്, മുണ്ടകോപനിഷത്ത്, മാണ്ഡൂക്യോപനിഷത്ത്, തിത്തിരി തൈതരയോപനിഷത്ത്, അതുപോലെ തന്നെ തൈതിരീയ ഉപനിഷത്ത്, പിന്നെ ഐതരേയ ഉപനിഷത്ത്,
ഛാന്തോക്യം, ഛാന്തോക്യോപനിഷത്ത്, ബൃഹദാരണ്യക ഉപനിഷത്ത്. ഇത് ഈ ഉപനിഷത്തുക്കളുടെ ജ്ഞാനത്തെ, ഉപനിഷത്ത് രഹസ്യത്തെ രഹസ്യമായിട്ടാണ്, അതായത് സ്വീകരിക്കാൻ യോഗ്യതയുള്ളവർക്ക് മാത്രമാണ് പകർന്നു നൽകിയിരുന്നത്. അപ്പം അതുപോലെ അത്രയ്ക്കും വിശിഷ്ടമായിട്ടാണ് ഇതിനെ കരുതിയിരുന്നത്. ഗ്രീക്ക് ഫിലോസഫറായിരുന്ന ഹെറാക്ലൈറ്റസ് പറയുന്നു, മനുഷ്യർ സ്വർണമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് മണ്ണ് കുഴിച്ചു നോക്കേണ്ടി വരും, അതല്ലെങ്കിൽ വൈക്കോൽ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. ഇവിടെ വിജ്ഞാനത്തെയും ഇതുപോലെ അറിവ് നേടേണ്ടത് എങ്ങനെയെന്നുള്ളതിനും ഇതുപോലെ തന്നെ നമുക്ക് സമർത്ഥിക്കാം. ഒരാൾക്ക് മുത്തുകൾ വേണമെങ്കിൽ കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങണം, അല്ലാത്ത പക്ഷം കടൽ തീരത്തെ പെബിൾസ് കൊണ്ട്, കല്ലുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും. താങ്ക് യു. ഉപനിഷത്തിലേക്ക് കടക്കുകയാണ്. ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കാണുന്നു, ഏറ്റവും അഗാധവും സ്വാധീന ശക്തിയുള്ളതുമായ ആത്മീയ ദാർശനിക സമ്പത്താണ് ഉപനിഷത്ത്. വേദത്തിലെ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയായതിനാൽ വേദങ്ങളുടെ അന്ത്യം, അവസാനം, അതായത് വേദാന്തം എന്നതിന് വിളിക്കുന്നു. അതായത് നമ്മൾ കാണുന്നുണ്ട്, വേദത്തിന് 2 ഭാഗങ്ങൾ. ഒന്ന് കർമ്മകാന്ഡങ്ങൾ, അതായത് ആചാര അനുഷ്ഠാനങ്ങൾ, റിച്വൽസ് വരുന്ന ഒരു ഭാഗവും, രണ്ടാമത് ജ്ഞാനത്തിൻ്റെ ഒരു ഭാഗവും. അതിൽ ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയായതിനാൽ ഇതിനെ ജ്ഞാനകാന്ഡം, അതിൻ്റെ അവസാനമായതിനാൽ വേദങ്ങളുടെ അന്തം, വേദാന്തം എന്ന് പറയുന്നു. ഇവിടെ മതപരമായ ചടങ്ങുകളല്ല, മറിച്ച് അടിസ്ഥാന ചോദ്യങ്ങൾക്കുള്ള അന്വേഷണങ്ങളാണ് ഇവിടെ കാണുന്നത്. അതായത് വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് സെൽഫ്, ആത്മൻ്റെ പ്രകൃതം എന്താണ്? വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് റിയാലിറ്റി, എന്താണ് പരമമായ സത്യം ഓർ ബ്രഹ്മൻ? ഹൗ ആർ ദേ റിലേറ്റഡ്, എന്താണ് ഇവ തമ്മിലുള്ള ബന്ധം? വാട്ട് ഈസ് ദ പാർട്ട് ഓഫ് ദി ലിബറേഷൻ, മോക്ഷപാത എന്താണ്? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾക്കുള്ള അന്വേഷണങ്ങൾക്കുള്ള അവസാനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ആത്യന്തിക സത്യമാണ് ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത്. ഭാരതീയ ചിന്താധാരകളുടെ ദാർശനിക അടിത്തറ, അതായത് ഫിലോസഫിക്കൽ ഫൗണ്ടേഷൻ ഓഫ് മേജർ സ്കൂൾസ് ഓഫ് ഇന്ത്യൻ തോട്ട് എന്ന് പറയുന്നത് ഉപനിഷത്താണ്. ഇവിടെ യാഥാസ്ഥിതിക വിശ്വാസങ്ങൾ അടിച്ചേൽപ്പിക്കുന്നില്ല, പകരം അന്വേഷണത്തിനായി നമ്മളെ ക്ഷണിക്കുകയാണ്. എന്തിലുള്ള അന്വേഷണം? അജ്ഞതയിൽ നിന്ന് ജ്ഞാനത്തിലേക്കുള്ള അന്വേഷണം, സത്യത്തിലേക്കുള്ള അന്വേഷണം, ബന്ധനത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള അന്വേഷണം. ഇതൊക്കെയാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി എപ്പിസ്റ്റമോളജിയിലെ എറ്റിമോളജി ഓഫ് ദ ടേം ഉപനിഷത്താണ് ആദ്യം കാണുന്നത്. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ ഒരു നിഷ്പത്തി ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. ഉപനിഷത്ത് എന്ന് പറയുന്നത് 3 സംസ്കൃത ഘടകങ്ങൾ ചേർന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഉപനിഷത്ത് എന്ന് പറയുന്നത് 3 സംസ്കൃത പദങ്ങൾ ചേർന്നതാണ്. ഒന്നാമത്തെ പദം ഉപ, 2 നീ, 3 സത്. ഉപ എന്ന് പറഞ്ഞാൽ നിയർ ഓർ അപ്രോച്ച്, ഏറ്റവും അടുത്ത്, ഓർ സമീപിക്കുക. ഈ 2 അർത്ഥമാണ് ഉപ എന്ന് പറയുന്ന വാക്കിനുള്ളത്. അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത്, ഗുരുവിൻ്റെ ഓർ സത്യത്തിനെ വളരെ ഭക്തിയോടുകൂടി സമീപിക്കുക, അതിൻ്റെ അടുത്തെത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഉപ എന്നതിൻ്റെ അർത്ഥം. ഇനി നീ എന്നാൽ ഡൗൺ ഓർ വിത്ത് സർട്ടനിറ്റി, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അതായത് താഴെ, വളരെ നിശ്ചയദാർഢ്യത്തോടെ എന്നൊക്കെ അർത്ഥം കാണുന്നു. അപ്പം ലക്ഷ്യബോധത്തോടെയുള്ള മനസ്സിൻ്റെ ഏകാഗ്രത, സെറ്റിൽഡ്, സ്റ്റഡി പൊസിഷൻ ഒക്കെയാണ് ഈ നീ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. താഴെ എന്ന് പറയുമ്പോൾ ഗുരുവിന് താഴെയായി, അടുത്ത്, താഴെയായി എന്നുകൂടി അർത്ഥമാക്കാം. സത് എന്ന വാക്കിന് ടു സിറ്റ്, ടു ലൂസൺ, ടു ഡിസ്ട്രോയ്, ടു ബ്രിങ് ടു ആൻ എൻഡ് എന്നൊക്കെയുള്ള അർത്ഥമാണ് വരുന്നത്. ഇരിക്കുക, സത് ഇരിക്കുക. അതുപോലെ അയവുള്ളതാക്കുക, ടു ലൂസൺ, ടു ഡിസ്ട്രോയ് നശിപ്പിക്കുക, ടു ബ്രിങ് ടു ആൻ എൻഡ് അവസാനത്തിലെത്തുക എന്നൊക്കെയാണ് സത്തിൻ്റെ അർത്ഥമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഉപ, നീ, സത്ത്. ഉപ നിയർ ഓർ അപ്രോച്ച്, നീ ഡൗൺ ഓർ വിത്ത് സെർട്ടനിറ്റി, സത്ത് ടു സിറ്റ്, ടു ലൂസൺ, ടു ഡിസ്ട്രോയ്, ടു ബ്രിങ് ടു ആൻ എൻഡ്. ഇങ്ങനെയുള്ള 3 സംസ്കൃത ഘടകങ്ങൾ ചേർന്നതാണ് ഉപനിഷത്ത് എന്ന പദം. ഇതിനകത്ത് ഈ ധാതുക്കൾ ചേർന്ന് ഉണ്ടാകുന്ന ഈ ഉപനിഷത്തിൽ നമുക്ക് 2 ഇൻ്റർപ്രിട്ടേഷൻസ് വരുത്താം. ഈ 2 കാര്യങ്ങൾ,
ഈ ധാതുക്കളുടെ അർത്ഥതലങ്ങളെ വ്യാഖ്യാനിക്കുമ്പോൾ ഉപനിഷത്തിന് രണ്ട് വ്യാഖ്യാനങ്ങൾ വരുത്താം. ഒന്ന് ലിറ്ററൽ മീനിങ്ങും മറ്റൊന്ന് ഫിലോസഫിക്കൽ മീനിങ്ങുമാണ്. ലിറ്ററൽ മീനിങ് നമ്മൾ നോക്കുമ്പോൾ, വാച്യാർത്ഥം എടുക്കുമ്പോൾ, ഉപദേശം സ്വീകരിക്കാൻ വിനയത്തോടുകൂടെ ഒരു ഗുരുവിൻ്റെ അടുത്ത് താഴെയായിട്ടിരിക്കുക, പുരാതന ഗുരുകുല സമ്പ്രദായം അനുസരിച്ചിട്ട് ഉള്ള ഇരിപ്പ്. അപ്പോൾ സത്യത്തെയാണ് അവിടെ നിന്നും നേടുന്നത്. രണ്ടാമത് ഫിലോസഫിക്കൽ മീനിങ് ആണ്, ദാർശനികമാണ്. ദാറ്റ് വിച്ച് ലൂസൻസ് ഓർ ഡിസ്ട്രോയ്സ് എന്ന് നമ്മളവിടെ കാണുന്നുണ്ട്. അതായത് ലൂസൺ ചെയ്യുന്നതോ നശിപ്പിക്കുന്നതോ ആയ അറിവ്. എന്തിനെയാണ് നശിപ്പിക്കുന്നത്? ഇഗ്നോറൻസിനെ, അജ്ഞതയെ. എന്തിനെയാണ് നശിപ്പിക്കുന്നത്? സംസാരചക്രത്തെ, ജനനം മരണം ജീവിതം തുടങ്ങിയ വീണ്ടുമുള്ള ആ സംസാരചക്രത്തെ നശിപ്പിക്കുന്ന അറിവ്. അപ്പോൾ ഒരു ഔട്ടർ മീനിങ്ങും ഇന്നർ മീനിങ്ങും ഈ ഉപനിഷത്തിനുണ്ട്. ഔട്ടർ മീനിങ് എന്ന് പറയുമ്പോൾ ഗുരുവിൻ്റെ അടുത്തിരുന്ന് മനസ്സിലാക്കുന്ന സത്യം. ഇന്നർ മീനിങ് എന്ന് പറയുമ്പോൾ നമുക്കടുത്ത് തന്നെ, നമുക്ക് ഉള്ളിൽ തന്നെ നിലനിൽക്കുന്ന സത്യത്തെക്കുറിച്ചിട്ടുള്ള അറിവ്. പെട്ടെന്ന് മനസ്സിലാക്കിയാൽ ഉപനിഷത്ത് കേവലം ഒരു സ്പിരിച്വൽ പാസേജ് അല്ല, ആത്മസ്വരൂപത്തെ വെളിപ്പെടുത്തുന്നതാണ്, ആത്മജ്ഞാനം ഉണ്ടാക്കുന്നതാണ്, ബന്ധനത്തിന് കാരണമായ അവിദ്യയെ മാറ്റുന്നു, സംസാര ചക്രത്തിൽ നിന്ന് മോചിപ്പിച്ച് മോക്ഷത്തിലേക്ക് നയിക്കുന്നു. ഈ അറിവ് അപരോക്ഷം, നേരിട്ടുള്ളതും ഉടനടിയുള്ളതുമാണ്. ഇത് കേവലം സിദ്ധാന്തമല്ല, വ്യക്തിയുടെ കാഴ്ചപ്പാടിനെ തന്നെ മാറ്റിമറിക്കുന്നു. ബ്രഹ്മത്തിൽ നിന്ന് താൻ, ആത്മൻ, വ്യത്യസ്തനല്ല എന്നറിയിക്കുന്നു. ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇൻ്റർപ്രിട്ടേഷൻസ് ബൈ ട്രഡീഷണൽ കമൻറ്റേറ്റേഴ്സ്. അതായത് ആദിശങ്കരൻ, രാമാനുജൻ, മാധവാചാര്യൻ ഇവർ ഉപനിഷത്തിന് ഭാഷ്യങ്ങൾ ചമച്ചതിനെക്കുറിച്ചും അവരുടെ കമൻട്രീസുമാണ് നമ്മളിനി അടുത്തതായിട്ട് നോക്കുന്നത്. അപ്പം ആദിശങ്കരാചാര്യർ, അദ്വൈതത്തിൻ്റെ സ്ഥാപകനായ ആദിശങ്കരാചാര്യർ ലൗകിക വിത്തുകളെ നശിപ്പിക്കുന്ന അറിവാണ് ഉപനിഷത്ത് എന്നാണ് മുണ്ടക ഉപനിഷത്ത് ഭാഷ്യത്തിൽ പറയുന്നത്. അതായത് ഇവിടെ സത്ത് എന്നുള്ള ഉപനിഷത്തിലെ സത്തിനെ ലൂസൺ ഓർ ഡിസ്ട്രോയ് ഇഗ്നോറൻസ് എന്ന രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അജ്ഞതയെ നശിപ്പിക്കുന്ന അറിവാണ് ഉപനിഷത്ത് എന്നാണ് ആദിശങ്കരാചാര്യരുടെ ഭാഷ്യം. ഇനി വിശിഷ്ട അദ്വൈതത്തിൻ്റെ വക്താവായ രാമാനുജർ, അദ്ദേഹം അദ്വൈതത്തിൻ്റെ ഭാഷ്യത്തിൽ പ്രത്യേകമായിട്ട്, അദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങളിലൊന്നും പ്രത്യേകമായിട്ട് ഉപനിഷത്ത് ഭാഷ്യത്തെ തിരിച്ചിട്ടില്ല. ദൈവവുമായുള്ള ബന്ധത്തിന് ആത്മാവിൻ്റെ യഥാർത്ഥ പ്രകൃതം ഉപനിഷത്ത് പറഞ്ഞു തരുന്നു എന്നും ഇവിടെ ഡിസ്ട്രക്ഷൻ എന്നാൽ അനാത്മാവിൻ്റെ തെറ്റായ തിരിച്ചറിയലിനെ ഇല്ലാതാക്കുന്നു എന്നുമാണ് രാമാനുജർ പറയുന്നത്. ഇനി മധ്വാചാര്യൻ, ദ്വൈത വേദാന്തത്തിൻ്റെ വക്താവായ മധ്വാചാര്യൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന നോളജാണ് ഉപനിഷത്ത് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അതായത് ജീവാത്മാവും പരമാത്മാവിലും തമ്മിലുള്ള നിത്യമായ വ്യത്യാസത്തിന് അദ്ദേഹം ഊന്നൽ നൽകുന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുന്നത്. പിന്നീട് ഉപനിഷത്തിൻ്റെ ലക്ഷ്യവും സ്വഭാവവുമാണ്, പർപ്പസ് ആൻഡ് നേച്ചർ ഓഫ് ദ ഉപനിഷത്താണ് അടുത്ത പോർഷൻ. വേദസാഹിത്യത്തിൽ ബാഹ്യമായ ചടങ്ങിൽ നിന്ന്, റിച്വൽസിൽ നിന്ന് ആന്തരികമായ തിരിച്ചറിവിലേക്കുള്ള മാറ്റമാണ് ഉപനിഷത്തുക്കൾ അടയാളപ്പെടുത്തുന്നത്. നമ്മൾ മുൻപ് കണ്ടതുപോലെ തന്നെ കർമ്മകാന്ഡം വേദങ്ങളുടെ ആദ്യ ഭാഗങ്ങൾ യജ്ഞങ്ങളെയും ഭൗതിക നേട്ടങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്നു. അതായത് ഇന്ന കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന ഭൗതിക നേട്ടങ്ങൾ ഉണ്ടാകുന്നു. യാഗം, യജ്ഞം, ഹോമം തുടങ്ങിയ കർമ്മങ്ങളെ കൊണ്ട് ഈ ഭൂമിയിൽ നേടാവുന്ന സുഖങ്ങളെക്കുറിച്ചിട്ടുള്ള ചിന്തകളും അതിനനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് വേദങ്ങളുടെ ആദ്യ ഭാഗങ്ങൾ. അതുകൊണ്ട് ആ ഭാഗത്തെ കർമ്മകാന്ഡം എന്ന് വിശദീകരിക്കുന്നു. എന്നാൽ പരമമായ സത്യം മനസ്സിലാക്കുന്നതിനും ആത്മസാക്ഷാത്കാരത്തിനും ജനനമരണ ചക്രത്തിൽ നിന്നുള്ള മോചനത്തിനും മുൻഗണന നൽകുന്നതാണ് പിന്നീട് വരുന്ന ജ്ഞാനകാന്ഡം. അതാണ് ഉപനിഷത്തുക്കൾ എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ ഞാൻ ആര് എന്ന അടിസ്ഥാന ചോദ്യത്തിന് ബുദ്ധിപരമായ മറുപടിയല്ല, മറിച്ച് അനുഭവപരമായ തിരിച്ചറിവാണ് ഉപനിഷത്തുകൾ നൽകുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വേദസാഹിത്യത്തിലെ വേദത്തിൻ്റെ വർഗീകരണമാണ്, ക്ലാസിഫിക്കേഷൻ വിതിൻ വേദിക് ലിറ്ററേച്ചർ. അതായത് നമ്മളത് മുൻപ് അറിവുള്ള കാര്യമാണ്. വേദസാഹിത്യത്തെ പരമ്പരാഗതമായിട്ട് 4 തരംതിരിച്ചിരിക്കുന്നു. ഒന്ന് സംഹിതകൾ അഥവാ മന്ത്രങ്ങൾ, സംഹിതാസ് ഓർ മന്ത്രാസ്, കളക്ഷൻസ് ഓഫ് ഹൈമൻസ് പ്രൈസിങ് ഡൈറ്റീസ്. അതിനകത്ത് ദേവതകളെ സ്തുതിക്കുന്ന മന്ത്രങ്ങളുടെ സമാഹാരമാണ് സംഹിതകൾ. ഋഗ്വേദമൊക്കെ
സാമവേദമൊക്കെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ടല്ലോ. സാമവേദത്തിൻ്റെയൊക്കെ ഇത് നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ബ്രാഹ്മണങ്ങൾ ആചാരങ്ങളെയും യജ്ഞങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്ന ഗദ്യരൂപത്തിലുള്ള ഗ്രന്ഥങ്ങളാണ് ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത്. മൂന്നാമത്തത് ആരണ്യകങ്ങൾ, വനപുസ്തകങ്ങൾ എന്നാണ്, എന്താണ് ഫോറസ്റ്റ് ബുക്സ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. മെഡിറ്റേറ്റീവ് റിഫ്ലക്ഷൻ ബൈ ദോസ് ഹൂ ഹാവ് റിട്ടയർഡ് ഫ്രം വേൾഡ്ലി ലൈഫ്, അതായത് വാനപ്രസ്ഥർക്കുള്ളത്, ജീവിതത്തിൽ നിന്ന് വിരമിച്ചവർക്ക് ധ്യാനിക്കുന്നതിനും ചിന്തിക്കുന്നതിനുമുള്ള ഉദ്ദേശിച്ചിട്ടുള്ളവർ. അപ്പോൾ വാനപ്രസ്ഥത്തിൽ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളെക്കുറിച്ചിട്ടുള്ളതാണ് ആരണ്യകങ്ങൾ അല്ലെങ്കിൽ വനപുസ്തകങ്ങൾ, ബുക്സ് ഓഫ് ഫോറസ്റ്റ് എന്നറിയപ്പെടുന്നത്, ഫോറസ്റ്റ് ബുക്സ് എന്നറിയപ്പെടുന്നത്. പിന്നീട് ഉള്ളത് അവസാനമാണ് ഉപനിഷത്ത്, ഫിലോസഫിക്കൽ ഡിസ്കോഴ്സസ് കൺസേൺഡ് ബൈ ദ ഹയസ്റ്റ് ട്രൂത്ത്, അതായത് പരമമായ സത്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ദാർശനിക ചർച്ചകളാണ് ഉപനിഷത്ത് എന്നറിയപ്പെടുന്നത്. അപ്പം നമ്മൾ വേദത്തെ 4 വർഗീകരിച്ചാൽ, 1 സംഹിതകൾ അഥവാ മന്ത്രങ്ങൾ, ദേവതകളെ സ്തുതിക്കുന്ന സമാഹാരം, ബ്രാഹ്മണങ്ങൾ ആചാര യജ്ഞങ്ങളെക്കുറിച്ചിട്ടുള്ളത്, ഗദ്യരൂപത്തിലുള്ള ഗ്രന്ഥങ്ങൾ, ആരണ്യകങ്ങൾ, ഫോറസ്റ്റ് ബുക്സ്, അതുപോലെ ഉപനിഷത്തുക്കൾ. ഈ ഉപനിഷത്താണ് അവസാനമായിട്ട് വന്നത്. അതുകൊണ്ട് തന്നെയാണ് വേദാന്തം എന്ന പേര് വന്നത്. ഇവ മനുഷ്യബുദ്ധിയിൽ നിന്നും ഉണ്ടായതല്ലെന്നും പുരാതനരായ മുനിമാർക്ക് ഋഷിമാർക്ക് ലഭിച്ച വെളിപാടുകളാണെന്നും അതുകൊണ്ട് ഇതിനെ ശ്രുതി ആയിട്ട് കണക്കാക്കപ്പെടുന്നു. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പ്രതീകാത്മക അർത്ഥമുണ്ട്, നമ്മൾ കണ്ടു. വിനയത്തോടും ഭക്തിയോടും കൂടി സത്യത്തെ സമീപിക്കുക. നീ ഏകാഗ്രതയോടും മാനസിക അച്ചടക്കത്തോടും കൂടി ഇരിക്കുക. സത് അവിദ്യ, അജ്ഞാനം, അഹംഭാവം, തെറ്റായ ധാരണകൾ എന്നിവയുടെ നാശം അനുവദിക്കുക. അപ്പം ഇത് രഹസ്യം എന്നതിനെ കൂടി സൂചിപ്പിക്കുന്നു. അപ്പോൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കുന്നതിന് ഉറപ്പുള്ള ധാർമ്മിക ജീവിതവും ആത്മനിയന്ത്രണവുമുള്ള യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഇത് പകർന്നു കൊടുത്തിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവസാന പാർട്ടാണ് ഉപനിഷത്തിൻ്റെ പരിവർത്തന ശക്തി, ദ ട്രാൻസ്ഫോർമേറ്റീവ് പവർ ഓഫ് ദ ഉപനിഷത്ത്. ഉപനിഷത്തിലേക്കുള്ള ഒരു വഴി, അത് ഒരു വ്യക്തിയുടെ ഐഡൻറ്റിറ്റിയെ തന്നെ, സ്വത്വത്തെ തന്നെ മാറ്റുന്നു. നമ്മൾ സ്വയം ഒരു പരിമിതമായ ശരീരവും മനസ്സുമാണ് എന്നത് ആണെന്ന് കരുതുന്നതിന് പകരം ഞാൻ അനന്തവും മാറാത്തതുമായ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണെന്ന് തിരിച്ചറിയുകയാണ് ഈ വഴി. അതുകൊണ്ട് തന്നെ ഈ മാറ്റം എന്തുണ്ടാക്കുന്നു? മരണഭയം ഇല്ലാതാക്കുന്നു, അജ്ഞതയിൽ നിന്നുള്ള ആസക്തികൾ അവസാനിപ്പിക്കുന്നു, ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിക്കാതെ സമാധാനം ലഭിക്കുന്നു. പല ഉപനിഷത്ത് മന്ത്രങ്ങളും ഈ മാറ്റത്തെ നേരിട്ട് പ്രകടിപ്പിക്കുന്നു. നമ്മൾ അത് നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ്, മഹാവാക്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. തത്വമസി, അത് നീയാകുന്നു. ഛാന്തോക്യ ഉപനിഷത്ത് പറയുന്ന തത്വമസി. അഹം ബ്രഹ്മാസി, ഞാൻ ബ്രഹ്മമാകുന്നു. ബൃഹദാരണ്യ ഉപനിഷത്ത് നമുക്ക് മുൻപിൽ അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നെ അയമാത്മാ ബ്രഹ്മ, പ്രജ്ഞാനം ബ്രഹ്മ ഒക്കെ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലുള്ളത്. പിന്നെ റീക്യാപ്പാണ്. ദ ഉപനിഷത്സ് ഫോം ദ ഫൈനൽ പാർട്ട് ഓഫ് ദ വേദാസ്. വേദത്തിൻ്റെ അവസാന ഭാഗമാണ് ഉപനിഷത്ത്. ഉപനിഷത്ത് ഫോക്കസ് ഓൺ നോളജ് റാദർ ദാൻ റിച്വൽസിനേക്കാൾ കൂടുതൽ നോളജിന്, വിജ്ഞാനത്തിന് ഫോക്കസ് ചെയ്യുന്നതാണ് ഉപനിഷത്ത്. ദേ എക്സ്പ്ലോർ ദ നേച്ചർ ഓഫ് ആത്മൻ ആൻഡ് ബ്രഹ്മൻ. ബ്രഹ്മനെയും ആത്മനെയും വിശദീകരിക്കുന്നു. ദ ഗോൾ ഈസ് ടു ലൈറ്റ് ഫ്രം ഇഗ്നോറൻസ് ടു ട്രൂത്ത്. ഇഗ്നോറൻസിൽ നിന്ന് ട്രൂത്തിലേക്ക്, അജ്ഞതയിൽ നിന്ന് സത്യത്തിലേക്കുള്ള വഴിയാണ് ഉപനിഷത്തിൻ്റെ ലക്ഷ്യം. ദ ടേം ഉപനിഷത്ത് മീൻസ് സിറ്റിംഗ് നിയർ ദ ടീച്ചർ. ഗുരുവിൻ്റെ അരികത്തായി താഴെ ഇരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലിറ്ററലി മീനിങ്. ദ ഉപനിഷത്ത് പ്രൊമോട്ട് ഇന്നർ റിയലൈസേഷൻ, നോട്ട് ഔട്ടർ റിച്വൽ. ആന്തരിക ആത്മസാക്ഷാത്കാരമാണ് ഉപനിഷത്ത് പ്രൊമോട്ട് ചെയ്യുന്നത്, ഒരിക്കലും പുറമേയുള്ള യാഗയജ്ഞാദികളല്ല. ദേ ഫോം ദ ഫിലോസഫിക്കൽ ബേസ് ഓഫ് ഇന്ത്യൻ തോട്ട്. ഇന്ത്യൻ തോട്ടിൻ്റെ ഫിലോസഫിക്കൽ ബേസ് ഉണ്ടാക്കിയിരിക്കുന്ന ഉപനിഷത്താണ്. ആദി ശങ്കരാചാര്യർ ഉപനിഷത്തിനെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. രാമാനുജൻ്റെ ടീച്ചിങ് പറയുന്നത് സെൽഫും ഗോഡും തമ്മിലുള്ള റിലേഷനെ പഠിപ്പിക്കുന്നതാണ് ഉപനിഷത്ത് എന്നാണ്. മധ്വാചാര്യരുടെ അഭിപ്രായ പ്രകാരം ഉപനിഷത്ത് ഒരാളെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് എത്തിക്കുന്നു. ദ ഉപനിഷത്ത് റിവീൽസ് ദ യൂണിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് അബ്സല്യൂട്ട്. ഇൻഡിവിജ്വലും അബ്സല്യൂട്ടും തമ്മിലുള്ള യൂണിറ്റിയാണ് ഉപനിഷത്ത് വെളിപ്പെടുത്തുന്നത്. തത്വമസി ആൻഡ് അഹം ബ്രഹ്മാസി, 2 മന്ത്രങ്ങൾ അവസാനം കാണുന്നു, മഹാവാക്യങ്ങൾ കാണുന്നു. ഒന്ന്
തത്വമസി ചാന്തോക്യ ഉപനിഷത്തിലും ബൃഹദാരണ്യ ഉപനിഷത്തിൽ അഹം ബ്രഹ്മാസിയും കാണുന്നു. ദ ഉപനിഷത്ത് ഗൈഡ് സീക്കേഴ്സ് ഫ്രം ഡാർക്ക്നെസ് ടു ലൈറ്റ്. നമ്മളെ അജ്ഞതയുടെ ഇരുട്ടിൽ നിന്ന് ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നതാണ് ഉപനിഷത്തുകൾ. പിന്നെ ക്വസ്റ്റ്യൻസ് ആണ്, വാട്ട് ഡസ് ദ ടേം വേദാന്ത ലിറ്ററലി മീൻ? വേദാന്ത എന്ന് വെച്ചാൽ ഇത് എൻഡ് ഓഫ് വേദ. ഫ്രം വിച്ച് 3 കമ്പണൻസ് ഈസ് ദ വേർഡ് ഉപനിഷത്ത് ഡെറിവേഡ്? ഏതൊക്കെ വേർഡ്സിൽ നിന്നാണ്? ഉപ, നീ, സത്. പ്രിഫിക്സ് ഉപ ഇൻ ദ ടേം ഉപനിഷത്ത് മീൻ. ഉപ എന്ന് വെച്ചാൽ നിയർ ഓർ അപ്രോച്ച്. നീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൗൺ ഓർ വിത്ത് സർട്ടനിറ്റി. പിന്നെ സത് എന്ന് വെച്ചാൽ ടു സിറ്റ്, ടു ലൂസൺ, ടു ഡിസ്ട്രോയ് ഓർ ടു ബ്രിങ് ടു ആൻ എൻഡ്. പിന്നെ 6th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ലിറ്ററൽ മീനിങ് ഓഫ് ദ ടേം ഉപനിഷത്ത്? ഉപനിഷത്തിൻ്റെ ലിറ്റററി മീനിങ് എന്ന് വെച്ചാൽ സിറ്റിംഗ് ഡൗൺ നിയർ എ ടീച്ചർ ടു റിസീവ് ഇൻസ്ട്രക്ഷൻസ്. 7th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ആത്മജ്ഞാന ഇൻ വേദാന്ത ഫിലോസഫി? വേദാന്ത ഫിലോസഫിയിൽ ആത്മജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? നോളജ് ഓഫ് ദ ട്രൂ നേച്ചർ ഓഫ് ദ സെൽഫ്. നമ്മുടെ ആത്മാവിനെ കുറിച്ചിട്ടുള്ള യഥാർത്ഥമായ സത്യമാണ്, അറിവാണ് നോളജ് എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ റൂട്ട് കോസ് ഓഫ് ബോണ്ടേജ് അക്കോർഡിംഗ് ടു ദ ഉപനിഷത്ത്? ഉപനിഷത്തിൻ പ്രകാരം റൂട്ട് കോസ് എന്താണ്? ബോണ്ടേജിൻ്റെ, ബന്ധനത്തിൻ്റെ റൂട്ട് കോസ് എന്താണ്? അത് ഇഗ്നോറൻസ് ആണ്, അവിദ്യയാണ്, അവിദ്യ. അടുത്ത 9th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് നോളജ് ഇൻ ദ ഉപനിഷത്സ്? ഉപനിഷത്തിൻ്റെ അൾട്ടിമേറ്റ് ഗോൾ ഓഫ് നോളജ് എന്താണ്? അത് ലിബറേഷനാണ്, മോക്ഷയാണ്. ഫ്രം ദ സൈക്കിൾ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്, സംസാര ചക്രത്തിൽ നിന്നുള്ള മോചനം. ദെൻ 10th ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ ഷിഫ്റ്റ് ഫ്രം കർമ്മകാണ്ഡ ടു ജ്ഞാനകാണ്ഡ റെപ്രസെൻറ്റ്? അത് എന്താണ്? മൂവ്മെൻറ്റ് ഫ്രം റിച്വൽ ടു റിയലൈസേഷൻ. റിച്വലിൽ നിന്ന് റിയലൈസേഷനുള്ള മൂവ്മെൻ്റ് ആണ്. വാട്ട് ആർ ദ 4 ട്രഡീഷണൽ ലെയേഴ്സ് ഓഫ് വേദിക് ലിറ്ററേച്ചർ? സംഹിത, ബ്രാഹ്മണ, ആരണ്യക ആൻഡ് ഉപനിഷത്ത്. 12th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഫേമസ് ഡിക്ലറേഷൻ ഫ്രം ദ ചാണ്ടോക്യ ഉപനിഷത്ത് എക്സ്പ്രസിംഗ് സെൽഫ് ഐഡൻറ്റിറ്റി വിത്ത് ബ്രഹ്മൻ? ദാറ്റ് ഈസ് തത്വമസി. ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. പിന്നെ ഉപനിഷത്തിനെ എക്സ്പ്ലെയിൻ ചെയ്യാനും അതിൻ്റെ ലിറ്ററൽ മീനിങ്ങും സംസ്കൃത് റൂട്ട് വെച്ചിട്ട് ഉപനിഷത്തിനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ, അതുപോലെ തന്നെ ഔട്ടർ ആൻഡ് ഇന്നർ മീനിങ്സ് ഓഫ് ദ ഉപനിഷത്സ് ആൻഡ് ദെയർ റിലവൻസ് ടു സ്പിരിച്വൽ ലേണിംഗ്, അത് ചോദിക്കാം. കമ്പയർ ദി ഇൻ്റർപ്രിട്ടേഷൻസ് ഓഫ് ഉപനിഷത്ത് ബൈ ശങ്കര, രാമാനുജ ആൻഡ് മധ്വ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, അസസ് ഹൗ ടു ദ ഉപനിഷത്ത് മാർക്ക് എ ഷിഫ്റ്റ് ഫ്രം റിച്വൽ പെർഫോമൻസ് ടു സെൽഫ് റിയലൈസേഷൻ? കർമ്മകാണ്ഡയിൽ നിന്ന് ജ്ഞാനകാണ്ഡയിലേക്കുള്ള ആ ഷിഫ്റ്റ്. റൈറ്റ് എ റിഫ്ലക്റ്റീവ് നോട്ട് ഓൺ ഹൗ ദ ടീച്ചിങ് തത്വമസി ക്യാൻ ലീഡ് ടു ഇന്നർ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലിബറേഷൻ. എങ്ങനെയാണിത് ഇന്നർ ട്രാൻസ്ഫോർമേഷനും ലിബറേഷനും ഉണ്ടാക്കുന്നത് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. താങ്ക് യു.